ഓപ്പറേഷൻ കമലയുടെ നാടായ കർണാടകത്തിൽ ഇപ്പോൾ അന്തരീക്ഷം വളരെയധികം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ഇതിപ്പോൾ പല തട്ടിൽ ചർച്ചകൾ നടന്നു. ഹൈക്കമാൻഡിൻ്റെ വകയായിട്ട് ഒരു ചർച്ചകൾ നടന്നു. കെ വേണുഗോപാൽ DK ശിവകുമാറിനെ ഫേവർ ചെയ്തിരുന്നു എന്ന ആരോപണം പടർന്നിട്ടുണ്ട്. DK ശിവകുമാർ മാറി. അത് കഴിഞ്ഞ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ച. ഏതാനും ദിവസങ്ങളെടുത്തു, അതും അടഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മലയാളിയായ മന്ത്രി KG ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഒത്തുതീർപ്പിന് വേണ്ടി, അനുരഞ്ജനത്തിന് വേണ്ടി നടന്നു. അതും പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഹൈക്കമാൻഡിനോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ സിദ്ധാരാമയ്യ ഇതാ ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു. ആകപ്പാടെ പരുവം BJPയും JDUവും ഇതിങ്ങനെ അവസരം കാത്തിരിക്കുന്ന ഒരു സന്ദർഭവും കൂടാണ്. അവിടെ എന്തെങ്കിലും നടക്കുമോ? മാഷിന് എന്തോ തോന്നുന്നു, എന്തോ നടക്കുമോ? കർണാടകയിൽ എന്തെങ്കിലും നടന്നേ തീരൂ. കർണാടകയിലെ പൊളിറ്റിക്സ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളാണല്ലോ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം. കർണാടകയിലെ ഗ്രൂപ്പ് മാത്രമല്ല, സാമൂഹ്യമായ സമവാക്യങ്ങൾ കൂടിയാണ്. പ്രധാനപ്പെട്ട സമുദായങ്ങൾ തമ്മിലാണ് ഈ വെല്ലുവിളി നടക്കുന്നത്. കോൺഗ്രസിനകത്തും അതുണ്ട്, കോൺഗ്രസും BJPയും തമ്മിലുള്ള ഇഷ്യൂസിലും അതുണ്ട്. ജാതി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ആഴത്തിൽ വേരുള്ള ഒരു ഇപ്പൊ ഈ ഒക്കാലിംഗ ലിംഗായത്ത് ഇത് തമ്മിലാണ്. അതിപ്പോ ഉണ്ടായതല്ല. 12ാം നൂറ്റാണ്ടിലെ ബസവണ്ണൻ തൊട്ട് ബസവേശ്വര തൊട്ടാണ് ലിംഗായത്തിന്റെ ദൈവമാണ് അവര്. അപ്പോ ആ ഇഷ്യൂ ലിംഗായത്തുകളെ തള്ളിപ്പറയുന്നവൻ ആരോ അവനെ ഒക്കാലിംഗക്കാരും മറ്റെല്ലാവരും കൂടി ചേർന്ന് തീർത്തിരിക്കും. അപ്പോൾ ആ ജാതി സമവാക്യത്തിൽ നിന്ന് വളരെ സമർത്ഥമായി വളർന്നു വന്ന പിന്നോക്ക ജാതിക്കാരനായ ഒരാളാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയുടെ ബേസ് അതാണ്. സിദ്ധരാമയ്യക്ക് അതിനുള്ള ഒരു സ്വാധീനവും ബലവും ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് MLA-മാരുടെ എണ്ണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും DK ശിവകുമാറിൻ്റെ ആളുകൾ പറയുന്നത് നിങ്ങൾ ഈ കൊട്ടക്കണക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടുന്നതിന് പകരം ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരോടൊന്ന് സംസാരിച്ച് നോക്കൂ. ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുക ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സമുദായങ്ങളുടെയൊക്കെ ഒരു കണക്കിന് അപ്പുറത്തേക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ്. അങ്ങനെ കണക്കെടുക്കുമ്പോൾ ചിത്രം മാറിയേക്കും. പിന്നെ പോസിറ്റീവായൊരു കാര്യം കൂടി നമുക്ക് ഡീറ്റെയിൽസ് ചർച്ച ചെയ്യാം. പോസിറ്റീവായൊരു കാര്യം എനിക്ക് തോന്നിയത് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് കർണാടക കോൺഗ്രസ്സിന് ഉള്ള പോസിറ്റീവായൊരു കാര്യം, എന്തൊക്കെ തർക്കങ്ങൾ നടക്കുമ്പോഴും ഉത്തരവാദപ്പെട്ട നേതാക്കൾ വഴിവിട്ട് വർത്തമാനം പറയുന്നില്ല എന്നതാണ്. ഇപ്പൊ സിദ്ധരാമയ്യ മിണ്ടുന്നില്ല. ഇനി ഒരു പക്ഷേ സിദ്ധരാമയ്യക്കെതിരായി മിണ്ടാനുള്ള ധാരാളം അവസരങ്ങൾ കിട്ടിയ ഒരാളാണ് DK ശിവകുമാറിന്റെ സ്വാധീനം സിദ്ധരാമയ്യയുടെ ജാതി ബെൽറ്റ് ആണെങ്കിൽ അതിനതീതമായി നിൽക്കുന്ന ഒരു സമ്പത്തുണ്ട്. ഒന്ന്, അപാരമായ സമ്പത്തുണ്ട്. രണ്ട്, ഈ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ വലിയ നെറ്റ്വർക്ക് ഉണ്ട്. കർണാടകയിൽ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു പക്ഷേ പുറത്ത് നിന്ന് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആള് DK ശിവകുമാർ. ഇവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക അവസാനമായി ശരിവെക്കുന്ന DK ശിവകുമാറാണ്. നെഹ്റു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കർണാടകയിലെ കോൺഗ്രസ് നേതാവ്, ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറാണ്. അപ്പൊ ഇത്തരത്തിൽ സംഗതി ഉണ്ട്. എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവായ സംഗതി അതാണ്. അനുയായികൾ തർക്കം ഉണ്ടാക്കുമ്പോഴും ഹൈക്കമാൻഡ് അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും വളരെ ഡിസിപ്ലിൻഡായ രണ്ട് നേതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ച് DK ശിവകുമാർ പറയേണ്ടിയിരുന്ന പല ഘട്ടങ്ങളിലും അദ്ദേഹം പൊട്ടിത്തെറിക്കാതെ, അതിൻ്റെ ഒരു ഫലം കൂടിയാണ്, അതിൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട് കേട്ടോ. DK ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, PCC പ്രസിഡന്റ് പദവി അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. ആ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും മന്ത്രിയുടെ പണിയും എല്ലാം അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ DKയുടെ എനിക്ക് തോന്നുന്നു കർണാടക കോൺഗ്രസിൽ ഇപ്പോൾ ഈ അനുയായികൾക്ക് സിദ്ധരാമയ്യയെ മാറ്റാനുള്ള വലിയ വാശിയൊക്കെ DK ശിവകുമാറിന്റെ കൂടെ നിൽക്കുന്നവർ കാണിക്കുന്നുണ്ടെങ്കിലും കർണാടകക്ക് നല്ലത് സിദ്ധരാമയ്യ ഈ ടേം പൂർത്തിയാക്കുകയും അടുത്ത തവണ ചോദ്യമേ ഇല്ല, ഇനി DK ശിവകുമാറേ ഉള്ളൂ കർണാടകയിൽ. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ഹൈക്കമാൻഡ് ഉൾപ്പെടെ അതിന് സപ്പോർട്ട് ചെയ്തു. കാരണം വലിയ ഫണ്ട് റേസ് ചെയ്യുന്ന ആളാണ് ഈ ശിവകുമാർ. അപ്പം കേരളത്തിലും ഉൾപ്പെടെ വന്ന് ഈ ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നത് ശിവകുമാറിലൂടെയാണ്. അപ്പം ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ശിവകുമാർ ഉണ്ടാക്കുന്നു. സിദ്ധരാമയ്യയും ജയിച്ചു വരുന്നു. പക്ഷേ സിദ്ധരാമയ്യ പറയുന്നു, എന്നെ സംബന്ധിച്ച് പ്രായം കൂടി വരികയാണ്, എൻ്റെ അവസാനത്തെ ചാൻസാണ്, ഞാനൊന്ന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ. വേണമെങ്കിൽ ശിവകുമാറിനെ ക്ലെയിം ചെയ്യാമായിരുന്നു. പക്ഷേ ശരി, പ്രായമായ ഒരാളുടെ ആവശ്യം എന്ന നിലയിൽ അത് വിട്ടുകൊടുത്തു. പക്ഷെ അന്ന് ഒരു ഡിമാൻഡ് വെച്ചു, പകുതി പീരീഡ് വെച്ച് നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാം. ഏതാണ്ട് ആ ഒരു ധാരണയുടെ പുറത്താണ് അങ്ങനെ നടന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ആ 2.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ശിവകുമാറിൻ്റെ പക്ഷം ആവശ്യം ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്നു. സിദ്ധരാമയ്യാണ് ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇതൊരു വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഹൈക്കമാൻഡ് ഈ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഈ DK ശിവകുമാറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വേണമെങ്കിലും BJP ഓപ്പറേഷൻ നടത്താമെന്നുള്ള ഭയം കോൺഗ്രസിനുണ്ട്.
തീർച്ചയായിട്ടും. DK ശിവകുമാറിനെ പോലെയുള്ള ജനപ്രീതിയുള്ള ഒരു നേതാവ്, ഒരു ഫണ്ട് റേസർ BJP പക്ഷത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കർണാടകയിൽ അസ്ഥിവാരം ഇളക്കുക എന്നൊരു അർത്ഥം കൂടിയാണ്. അതെ. അപ്പം ഈ ജാതി സമവാക്യങ്ങളൊക്കെ മാറി മറിയുകയും അത്തരം ഒരു നീക്കം നടത്തിയെന്ന ഒരു സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ DK ശിവകുമാറിന് ഇത് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയേ പറ്റുള്ളൂ. ഇനി അതല്ല, നിങ്ങളൊന്ന് സഹകരിക്കണം, നമുക്ക് കർണാടകയിൽ പിടിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരാരും ഇപ്പം മാഷ് പറഞ്ഞ പോലെ ആരും പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ല. ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നു, നമ്മൾ അവിടെ വെച്ച് ചർച്ച ചെയ്യാം, നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കാമെന്നുള്ള ഒരു വിശാല മനസ്സ് ശിവകുമാർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും വീണ്ടും ഒരു ഓപ്പറേഷൻ കമല വരുമായിരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ കമലയ്ക്കുള്ള സകല സാധ്യതകളും തെളിഞ്ഞു വന്നതാണ്. അതിൽ ട്രബിൾ ഷൂട്ടറായിട്ട്, ഫണ്ട് റേസർ മാത്രമല്ല ട്രബിൾ ഷൂട്ടറായിട്ട് പ്രവർത്തിച്ച് DK ശിവകുമാറാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇത്രയും എത്തിച്ചത്. തുടക്കത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു, DK ശിവകുമാർ ആകണോ അതോ സിദ്ധരാമയ്യ ആകണോ മുഖ്യമന്ത്രി. തർക്കം വളരെ രൂക്ഷമായിരുന്നു. അതിൽ സിദ്ധരാമയ്യ പറഞ്ഞ വാക്കാണ് സാർ ഇപ്പോൾ കോട്ട് ചെയ്ത്. അതായത് എൻ്റെ പ്രായമൊക്കെ ഇത്രയായി, ഇനി എൻ്റെ അവസാനത്തെ ഊഴം, എനിക്കൊന്ന് മുഖ്യമന്ത്രിയാവണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു. അതിൽ ശരിക്കും നീരസം ഉണ്ടായിരുന്നു DK ശിവകുമാറിന്. അപ്പോൾ DK ശിവകുമാറിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് തലത്തിൽ ഒരു ധാരണയിലെത്തിയിരുന്നു, ഒരു അലിഖിതമായ ധാരണ. 2 വർഷം കഴിയുമ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാവുന്നു. ഇത് കേരളത്തിലെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ ഇടയായതുപോലെ ഇതും ഒരു വലിയ ഇടയലിലേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയും, ഇതൊന്നും ലിഖിതമായിട്ട് എഴുതത്തില്ല. അന്ന് തന്നെ സിദ്ധരാമയ്യയോട് 2.5 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ പദം രാജിവെച്ച് കൈമാറിക്കോളാം എന്ന് എഴുതി വാങ്ങിച്ചില്ല. കാരണം ബഹുമാന്യരും സീനിയറുമായിട്ടുള്ള ആൾക്കാരാണ്, ഒരു ഒരു ഡെലിക്കസി ഉണ്ടതിൽ. അങ്ങനെ വാങ്ങിക്കായിരുന്നു. ശിവകുമാർ അത് വിശ്വസിച്ചു. അതാണ് ഇപ്പോൾ പറയുന്നത്. ഹൈക്കമാൻഡിന് അറിയാം, പലർക്കും അറിയാം, എല്ലാവർക്കും അറിയില്ല, രഹസ്യമാണിത് എന്ന് പറയും. അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിൽ നടക്കുക. അങ്ങനെയാണെങ്കിൽ സിദ്ധരാമയ്യ മാറും. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ, കുഴപ്പം കൂടെ വന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന G. പരമേശ്വര കൂടി എന്നാൽ ഞാനുമുണ്ട് മത്സര രംഗത്ത് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. അതെ അതെ. മാത്രമല്ല അങ്ങനെ വരുമ്പോ ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് എന്ന വ്യാജേന ഈ ഖാർഗെയെ കെട്ടിയിറക്കാനുള്ള ശ്രമം കൂടി. ഖാർഗെ പഴയ അവിടുത്തെ പാരമ്പര്യം ഉണ്ടല്ലോ, ഖാർഗെയുടെ മോൻ മന്ത്രിസഭയിൽ ഉണ്ട് താൻ. പക്ഷേ ഞാൻ കണ്ടത് പ്രിയങ്ക് ഖാർഗെ ഞാൻ പോസിറ്റീവായൊരു കാര്യം കണ്ടത്, 4ാമത്തെ ആളായി മല്ലികാർജുൻ ഖാർഗെ വന്നേക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യം റെസ്പോണ്ട് ചെയ്തത് പ്രിയങ്കാണ്. അദ്ദേഹം പറയുന്ന ഒരു സാധ്യതയുമില്ല, അബ്സേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ കർണാടകയിലെ യഥാർത്ഥ ക്രൈസിസ് എന്താണെന്നറിയോ? സത്യത്തിൽ ഇപ്പോൾ ഈ BJP ഈ കർണാടക കോൺഗ്രസിനെ മൊത്തമായി സ്വൈപ്പ് ചെയ്ത് റാഞ്ചിക്കൊണ്ടു പോകുമോ എന്ന ഭയപ്പാടുണ്ട് എന്ന് പറഞ്ഞില്ലേ, സിനിജി പറഞ്ഞല്ലോ. കർണാടകയിലെ കോൺഗ്രസിനേക്കാളും വലിയ പ്രതിസന്ധിയിലാണ് BJP. എന്താ കാര്യം എന്നറിയോ? ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത അധാർമികതയും അഴിമതിയും ബാധിച്ച ലീഡർഷിപ്പാണ് കർണാടകയിലെ BJPക്കുള്ളത്. എവിടെയുണ്ട് സാർ? യെദ്യൂരപ്പയ്ക്ക് തുല്യമായി ഈ 2 തരത്തിലുള്ള ആരോപണങ്ങൾ വന്നൊരു നേതാവ് BJPയിൽ വേറെ ആരാ ഉള്ളത്? മറ്റൊരാളായിരുന്നെങ്കിൽ, ധാർമ്മികമായി കുറെ കൂടി ജനങ്ങൾക്ക് പ്രതീക്ഷയും വിശുദ്ധിയുമുള്ള ഒരു നേതാവ് ആയിരുന്നെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് എപ്പോൾ പിളർന്നു പോയി നോക്കിയാൽ മതി. കർണാടക ഇപ്പൊ ഇത്രയെങ്കിലും ഇപ്പൊ ഇവർക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദവും കളിയും അവകാശ തർക്കങ്ങളും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. അത് അവിടുത്തെ BJPയുടെ വീക്ക്നെസ് ആണ്. അതുകൂടി നമുക്ക് കാണാം. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുമാരസ്വാമിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് ബലാത്സംഗ കേസിലെ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുക. തീർച്ചയായിട്ടും. അല്ല, ആ മുന്നണിയാണ്. ആലോചിച്ച് നോക്കൂ. പണ്ട് യെദ്യൂരപ്പ തൊട്ട് കുമാരസ്വാമി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചേട്ടന്, മക്കള്, അവിടുത്തെ MP-മാരെ മുഴുവനും അധാർമികതയുടെ അവതാരങ്ങളായ ആളുകൾ മുഴുവനും BJP മുന്നണിയുടെ കൂടെയാണ്. അങ്ങനെ ഒരു സംസ്ഥാനമാണ് കർണാടകം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ 3 സംസ്ഥാനത്ത് മാത്രമേ കോൺഗ്രസിന് ഇപ്പം പച്ച തൊടാൻ പറ്റുള്ളൂ. ഇതിലൊരു സംസ്ഥാനം തമ്മിലടിച്ച് കളയരുത് എന്നുള്ളൊരു നിർദ്ദേശം ഖാർഗെയും സോണിയയും KC വേണുഗോപാലും ഒക്കെ മുന്നോട്ട് വെച്ചു. അപ്പൊ സിദ്ധരാമയ്യയും സ്വാഭാവികമായിട്ടും ഈ ശിവകുമാറും അത് കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ പറയുന്ന പോലെ സിദ്ധരാമയ്യ സ്വയം മാറണം, കാരണം അദ്ദേഹത്തിന്റെ ആവശ്യം സാധിച്ചു കൊടുത്തു. തീർച്ചയായിട്ടും. ഈ സിദ്ധരാമയ്യക്ക് കൊടുക്കേണ്ട ഒരു മയക്കുപൊടി വേറെ ഉണ്ട്. കാരണം സാറ് പറഞ്ഞ വളരെ ശരിയാ. സിദ്ധരാമയ്യയോട് DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഒതുങ്ങി കൊടുത്തിട്ട് ആദരവ്
മനഃപൂർവ്വം ഒരു കാരണവരല്ലേ, ഉം. അവസാനത്തെ ആഗ്രഹമല്ലേ എന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പൊ പറഞ്ഞ വാക്ക് 2.5 കൊല്ലം കഴിയുമ്പോൾ മാറാമെന്നാണെങ്കിൽ അത് പാലിക്കണ്ടേ? ഇത് ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ പിന്നെ ഇവർക്കൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ താപ്പാനകൾക്ക്, പ്രായം ചെന്നവർക്ക് ഒരിക്കലും മാറിക്കൊടുക്കൂല. ഇപ്പൊ സിദ്ധരാമയ്യ അവസാനത്തെ നമ്പർ എന്താ അറിയോ? എനിക്ക് 3 വർഷം തേക്കാനുള്ള അവസരം കിട്ടാം എന്ന് പറഞ്ഞാൽ അടുത്ത മെയ് വരെ ഞാനൊന്ന് തുടങ്ങട്ടെ, പിന്നീട് 2 വർഷം നിങ്ങൾ ഭരിച്ചു. ആ മെയ് ആകുമ്പോ അടുത്ത ശിവകുമാർ ഇതിനെ പ്രതിരോധിച്ചുകൂടായില്ല. എന്തായാലും ഇപ്പോ സത്യത്തില് ഹൈക്കമാൻഡിന് അന്തസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഹൈക്കമാൻഡ് മുഖേന ആയിരിക്കുമല്ലോ ഈ വാക്ക് പറഞ്ഞത്. 2.5 കൊല്ലം എന്ന വാക്ക് സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളോട് പറഞ്ഞ വാക്കാണ്, അത് പാലിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. DK ശിവകുമാറിന് വേണ്ടിയല്ല, പാർട്ടിയോട് പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞ് സിദ്ധരാമയ്യയെ മാറ്റിയിട്ട് DK ഇപ്പൊ നിയമിക്കുകയാണ് വേണ്ടത്. അതാണ് അന്തസ്സുള്ള കോൺഗ്രസ് ചെയ്യേണ്ടത്. അതല്ല ഓരോരോ താപ്പാനുകള്, കിഴവന്മാര് ഓരോരോ സമയത്ത് അധികാരമോഹം കൊണ്ട് പറയുന്നതിനനുസരിച്ച് വഴങ്ങി കൊടുക്കുന്ന പാർട്ടിക്ക് എങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഒരു നോക്കുകുത്തിയാണെന്ന് പറയുന്നുണ്ട്, ആരോപണം ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളത്, വേറെ തീരുമാനം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് 2 നാൾക്കകം അറിയാം. പരിശോധിക്കട്ടെ, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.